വിജയ് സർക്കാർ എംഎൽഎയും DMK മേയറും തമ്മിൽ ഈഗോ ക്ലാഷ്, അതും ഒരു സ്കൂൾ ഫംഗ്ഷനിൽ. രണ്ട് ചേരിയാണെങ്കിൽ പോലും പൊതുസ്ഥലത്ത് ഇവർ കാണിക്കുന്ന മര്യാദ കാണുമ്പോഴാണ് ഒരു ബഹുമാനമൊക്കെ തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ചെന്നൈ കോർപ്പറേഷനിലെ ഒരു സ്കൂൾ റീ ഓപ്പണിംഗിലാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. ചെന്നൈ മേയർ പ്രിയ TVK MLA പല്ലവിയെ മനഃപൂർവ്വം അവഗണിച്ചു എന്നാണ് സംഭവം. റിബൺ കട്ടിംഗ് സമയത്ത് TVK MLA പുറകിൽ നിർത്തി മേയർ പ്രിയയാണ് മുന്നിൽ നിന്നത്. മുന്നിലേക്ക് വന്ന TVK MLA സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് റിബൺ മുറിച്ചത്. അതിന്റെ ഈഗോ കൊണ്ടാവണം നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ആദ്യം മേയർ പ്രിയ അത് നിർവഹിച്ച ശേഷം വിജയുടെ TVK MLA പല്ലവിക്ക് മെഴുകുതിരി കൊടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. പ്രതിഷേധമെന്നോണം MLA ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. തൊട്ടടുത്ത സ്കൂളിലും നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് മേയർ MLAക്ക് മെഴുകുതിരി നൽകിയെങ്കിലും MLA അത് വാങ്ങിയില്ല. വളരെ സാധാരണ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന ആളാണ് MLA പല്ലവി. ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് അവർ 8 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ഡ്യൂ ഡേറ്റ് അടുത്തു നിന്ന സമയത്താണ് പല്ലവി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഡെലിവറി കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും സ്കൂളിന്റെ കാര്യമായതുകൊണ്ടാണ് MLA ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്. മേയർ പ്രിയയോട് ഈ ഒരു സംഭവത്തെപ്പറ്റി ചോദിച്ചപ്പോൾ താൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ അവർക്ക് പാളി. ഇതുവരെ അവർ നടത്തിയ സകല പ്രോട്ടോകോൾ ലംഘനങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശരിയായ പ്രോട്ടോകോൾ അനുസരിച്ച് റാങ്ക് 9 ടയർ ഹോൾഡ് ചെയ്യുന്നത് MLA ആണ്. അതിനുശേഷമാണ് മേയർ എന്ന് പറഞ്ഞ് DMK മേയർ പ്രിയക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. മേയർ ഇതുവരെയും മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ടിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്.